Hi dear all, the topic of our discussion today is magnetism. So first I will give you a brief introduction about the topic magnetism and also the history of discovery of this magnetism. So magnetism, as you know, is a phenomenon by which some materials like iron, cobalt, nickel, etc. they assert an attractive or repulsive force on some other മെറ്റീരിയൽസ്. ഇപ്പോൾ അയൺ കൊബാൾട്ട് നിക്കൽ അങ്ങനെ കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ അവർ അട്രാക്ഷനോ റിപ്പൽഷനോ ഏതെങ്കിലും ഒരു ഫോഴ്സ് മറ്റ് മെറ്റീരിയൽസിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ അസേർട്ട് ചെയ്യുക, അതിനെയാണ് അങ്ങനെ ഒരു ഫെനോമിനെയാണ് നമ്മൾ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. സോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ ഇൻക്ലൂഡഡ് ഇൻ അവർ സിലബസ്. അപ്പോൾ മാഗ്നറ്റിസം എന്താണ്? മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ മെറ്റീരിയൽസ് വിച്ച് വെൻ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ ഈ മാഗ്നറ്റിക് മെറ്റീരിയൽസിൽ വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ദേ ചേഞ്ച് so as to become sources of another magnetic field. So suppose I have a magnetic field here. What is a magnetic field? നമ്മളൊരു മാഗ്നറ്റ് ഒരിടത്ത് വെക്കുകയാണെങ്കിൽ അതിന് ചുറ്റും ഒരു സ്പേസ് ഉണ്ടാവും വേർ ദ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ് ഓർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദാറ്റ് മാഗ്നറ്റ് ഈസ് എക്സ്പീരിയൻസ്. അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ ഐ ഹാവ് എ മാഗ്നറ്റ് ഹിയർ, ഒരു മാഗ്നറ്റ് ആണ്, ഒരു മാഗ്നറ്റ് ആണിത്. അപ്പോൾ അതിന് ചുറ്റും ഒരു സ്പേസ് ഉണ്ടാവും. സോ അറൌണ്ട് ദാറ്റ് ദർ വിൽ ബി എ സ്പേസ് വേർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ദിസ് മാഗ്നറ്റ് ഈസ് എക്സ്പീരിയൻസ്. അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ വെൻ എ മാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ദർ നേച്ചർ ഈസ് ചേഞ്ച് സോ ദാറ്റ് ദേ വിൽ ദംസെൽസ് ബിക്കം an additional source of magnetic field. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ വെക്കുകയാണ്, they themselves become sources of an additional magnetic field. അതാണ് മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. So these magnetic materials are playing a very important role in all these engineering, then electronics, then industry, etc. So you can see in a lot of applications like this. For example, if I am taking this speaker in a toy, ഇതിൽ ഇവിടെ കാണുന്നത് ഒരു മാഗ്നറ്റ് ആണ്. So what you are seeing connected with this speaker is a magnet. What you are seeing inside this motor, you are seeing in toys, that is also a magnet. So these magnetic materials are finding a lot of applications in a lot of fields like electronics, engineering, industry, etc. So coming to the history of the invention of magnetism, ഈ മാഗ്നറ്റിസം എന്ന് പറയുന്ന വേർഡ് വരുന്നത് മാഗ്നറ്റൈറ്റ് എന്നുള്ള ഇതിൽ നിന്നാണ്. മാഗ്നറ്റൈറ്റ് ഇത് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. You might have studied in chemistry that this magnetite is Fe2O3, which is an ore of iron. നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. So this is a naturally occurring ore of iron which was found plenty in a place called Magnesia. Magnesia is an island in Greece. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ around 600 BC, as early as 600 BC, the shepherds in that place, they found that their shoes was staying struck to ground. അവരിങ്ങനെ നടന്നു പോകുമ്പോൾ അവരുടെ ഷൂസ്, they found that their shoes was found struck to the ground. അപ്പോൾ അതിനകത്ത് ഈ ഷൂസിനകത്ത് നെയിൽസ് ഉണ്ട്. Their shoes contained iron nails and they found that these shoes struck to the ground. That means they experienced something, that there were some magnetic materials inside that place. ആ ഗ്രൗണ്ടിനോട് ചേർന്ന് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഉണ്ടെന്നാണ് അവർ കണ്ടെത്തിയത്. അപ്പോൾ the word magnetism, it is derived പല രീതിയിൽ പറയാനുണ്ട്. Some texts say that this word is derived from magnetite, the ore of iron which was found in plenty in a place called Magnesia. It was an island in Greece. But ചില പുസ്തകത്തിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, connected with the name is derived from the place name Magnesia also. So anyway, it has connection with that place or that ore of iron. പിന്നീട് നമുക്ക് വരുന്ന ഒരു ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ ചൈനീസ് പീപ്പിൾ they discovered that when a piece of magnetite was kept suspended, it always came to rest along the geographical north-south direction. അപ്പോൾ നിങ്ങൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. So when a magnet is kept, I have a bar magnet here, suspended. So it is tied to a string and kept like this. This magnet will rotate. This magnet will rotate, and finally this magnet will come to a particular position that will be in a direction of the geographical north-south. തെക്ക് വടക്കായിട്ട് north-south direction it will be
getting aligned. So that is a particular property observed by Chinese. So this is the same principle of a compass box. നമ്മൾ compass box കണ്ടിട്ടുണ്ടല്ലോ. Laboratories you can see this compass needle. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. North south അപ്പോൾ അതിങ്ങനെ ഉണ്ടാവും. So that will be directed along the geographical north. So ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡയറക്ഷൻ ഒക്കെ നോക്കുന്നത്. Compass box വെച്ചിട്ട് നമ്മൾ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാറുണ്ട്. North south directionൽ ഇത് നിൽക്കും. So these are all some of the milestones in connected with the invention of magnetism. Pinnida, another scientist called William Gilbert, he suggested that Earth itself is a source of magnetism. Earth is a source. At the end of the chapter, we are studying that also. So this is all about the introduction of magnetism and the history of invention of magnetism. Now we are moving on to some of the basic terms and definitions. So there are a lot of terms in magnetism like force between two magnetic poles, then intensity of magnetization, magnetic field, then flux density, etc. അതൊക്കെ നിങ്ങൾ +2 ൽ പഠിച്ചിട്ടുണ്ടാവും. Okay. അപ്പോൾ so coming to some of the terms and definitions. First one is we will see what is the force existing between two magnetic poles. So force between magnetic poles. So what is a magnetic pole? Magnetic pole എന്ന് പറഞ്ഞാൽ ഇപ്പോൾ if I am taking a bar magnet, magnets are of different shapes. ഇപ്പോൾ ഒരു bar magnet എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? So you might have studied that there is a north pole, south pole, etc. So what is a pole? Pole എന്ന് പറഞ്ഞാൽ it is a region where the magnetic property is felt very strongly. Magnetic properties ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് അനുഭവപ്പെടുന്ന points ആണ് which are called poles. If I am taking a bar magnet, there will be two poles, north pole and south pole. So ഈ പോളിന്റെ സ്ട്രെങ്തിനെയാണ് നമ്മൾ pole strength എന്ന് പറയുന്നത്. Okay. So if I have two poles here, P1 and another pole P2, and if they are separated by a distance r, the force of attraction or repulsion between these two magnetic poles is given by this one. That is, force of attraction or repulsion between these poles is directly proportional to the pole strength. The P1 and P2 are the strength of the poles, the two poles, and inversely proportional to the square of the distance between the poles. അപ്പോൾ ഇതാണ് നമ്മൾ ഇങ്ങനത്തെ റൂൾസ് കുറേ ഇലക്ട്രോമാഗ്നറ്റിക്സിൽ അതൊക്കെ പറയുന്നത്. ഇപ്പോൾ ചാർജ് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു ഇലക്ട്രിക് ചാർജസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ചാർജസ്, inversely proportional to square of the distance between them. Again, coming to gravitational force, we might have studied Newton's law, that is the force of attraction between two masses. It's directly proportional to the product of the masses, inversely proportional to the square of the distance between them. അങ്ങനെ കുറേ laws നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. So in magnetism, the force between two magnetic poles is directly proportional to the product of the pole strength and inversely proportional to the square of the distance between them. ഇതാണ് ഇവിടെ ഉള്ളത്. Or I can say this is this equation can be written as this proportionality sign can be removed if you introduce a constant, that is mu by 4 pi, that is mu 0 mu r by 4 pi. I am writing all these things because you have already studied for +2 and all that. So by P1 P2 by r square. ഇതാണ് നമ്മുടെ this is the equation for the force existing between two magnetic poles. You know that this is mu 0 is equal to 4 pi into 10 raised to -7. Coming to another definition, another term which is magnetic field. So magnetic field is denoted by the letter H. Magnetic field എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ പോലെ magnetic field is a space around a magnet where the influence of that magnet is experienced. ഇപ്പോൾ നമ്മളൊരു മാഗ്നറ്റ് എവിടെ വെക്കുകയാണെങ്കിൽ അതിന്റെ ഇൻഫ്ലുവൻസ് അനുഭവപ്പെടുന്ന ഒരു സ്പേസ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. So strength of the magnetic field is given by the intensity of magnetization. അതാണ് ഈ H എന്ന് പറയുന്നത്. What is intensity of magnetization? I have a magnet here. I have a magnetic field here. The strength of this field is given by H. This is the force experienced by a
isolated unit north pole placed at that point. So represented by phi. Magnetic flux എന്ന് പറഞ്ഞാൽ you might have studied about magnetic lines of force. So if I have a bar magnet, north pole, south pole, etc. So these are actually not involved in the present syllabus, but you will have to know these. The basic things are very essential when you are studying the first item in the syllabus is classification of magnetic materials actually. So magnetic materials are classified into many like paramagnetic, diamagnetic, ferromagnetic, like that. But if you want to study those things, you should have an idea about the basic terms and definitions in magnetism. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. Many other things you might have already studied for +1, +2, etc. So if I have a magnetic bar magnet, so we can see that the lines of force are originating from north pole and ending in south, like this. So there are magnetic lines of force starting from the north pole, ending in south pole. But ഇങ്ങനെയുള്ള എല്ലാ കളക്ഷനുകൾ, so these magnetic lines of force are collectively called magnetic flux. So we magnetic lines of force നെ collective ആയിട്ട് നമ്മൾ പറയുന്നതാണ് magnetic flux എന്നത്. The unit of this flux is Weber. So next important parameter or the term in magnetism is magnetic flux density. നമ്മൾ മുമ്പേ magnetic flux പറഞ്ഞത് these magnetic lines of force are collectively known as magnetic flux. Number of magnetic lines of force per unit area, അതിനെയാണ് നമ്മൾ flux എന്ന് പറയുന്നത്. So if I have a lot of lines like this, north pole, south pole, lines of force originating from north pole ending in south, like this, ഇവിടെയൊക്കെ ഇങ്ങനെ. Okay. So ഈ number of lines you take a particular area, unit area how much lines are passing. So this is what is known as magnetic flux density. So magnetic flux density is nothing but the number of magnetic lines of force in unit area. Unit area number of flux lines ആണ്. So what will be the unit? We have seen that the flux, this is actually B is equal to phi divided by area. This is a flux, magnetic flux, this is the area. Magnetic flux divided by area will give you the magnetic flux density. So ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ. We have seen that the magnetic flux, unit of magnetic flux is Weber. The unit of area is meter squared. So ഇതിന്റെ യൂണിറ്റ് വരുമ്പോൾ it will be Weber per meter squared. Weber per meter squared is a unit of magnetic flux density, or it has another unit which is Tesla. Tesla T എന്നാണ് പറയുക. Tesla. The next important name is magnetic moment. Magnetic moment എന്ന് പറഞ്ഞാൽ we have already considered this one. I have a pole here P1. These are two magnetic poles. The strength of the poles are P1 and P2. They are separated by a distance R. Or this usually in bar magnet. So നമ്മൾ bar magnet ആണ് consider ചെയ്യുന്നതെങ്കിൽ we have north pole, south pole here. What we will take is we will take the pole strength as equal P, the same pole strength. The length of the magnet എന്ന് പറഞ്ഞാൽ that will be the distance between poles. That is usually taken as 2L. That is taken as 2L because in some cases we will have to take half of that. So if you take L, it will be L by 2 and all that. It will bring so many complications in calculations. So we take usually, if I am considering a bar magnet like this, I will take the length of this bar magnet as 2L because dividing that you will get only L. So in magnetic moment in the definition, it is a product of pole strength and the distance between the poles. So if you take the distance between the poles is 2L, pole strength is P. So I can define this M as P into 2L. So this is magnetic moment. It is a product of pole strength and distance between the poles. If a bar magnet and it is a product of pole strength and length of the bar magnet. Okay. The unit of this one is ampere per meter square. The next important parameter is intensity of magnetization. Intensity of magnetization is defined as the magnetic moment developed per unit volume. അപ്പോൾ നമ്മൾ ഒരു magnetic material എടുക്കുന്നു, അതിനകത്ത് ഒരു moment develop. Magnetic moment നമ്മൾ we have already seen. That is in the case of a bar magnet.
pole strength P here, North Pole, South Pole, distance between them is 2L, M is equal to P into 2L. That is, we are already saying magnetic moment is a product of pole strength and the distance between the poles. So that moment, magnetic moment divided by volume of the material, that is called the intensity of magnetization. Okay. So if I am considering a bar magnet like this of length 2L and suppose the area here is A, what will be the volume of this magnet? So if I am considering this bar magnet, the length is 2L and the area is A, then we can say that the volume of this thing will be A into 2L. Okay. So we have M is equal to P into 2L. We have already derived that. Then V is equal, volume of this bar magnet is A into 2L. So substituting these things here, what will you get is I is equal to P into 2L divided by A into 2L. So I am getting I is equal to 2L and 2L get cancelled. So P by A. So this is an alternate definition for intensity of magnetization. So what is intensity of magnetization? Intensity of magnetization is defined as a ratio of magnetic moment to the volume of the magnet, and it can also be defined as the ratio of pole strength to the area. അപ്പോൾ ഇങ്ങനെ രണ്ട് definition ഈ intensity of magnetization വരുന്നുണ്ട്. The unit of this thing is Weber per meter square. Okay. Magnetic permeability is defined as a ratio of, this is denoted by the letter mu, it is defined as the ratio of B to H, that is B, as we have already studied, this is a magnetic flux density, this is a magnetizing field or the intensity of the magnetic field. So this ratio is magnetic permeability. So this is a parameter which shows you the power of a material to conduct magnetic lines of force. ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെ magnetic lines of force കണ്ടക്ട് ചെയ്ത് പോകാനുള്ള ഒരു കഴിവ്, അതിനെയാണ് നമ്മൾ magnetic permeability എന്ന് പറയുന്നത്. Okay. Next important parameter is magnetic susceptibility. So ഈ magnetic susceptibility is represented by or denoted by the letter chi. ഈ ലെറ്റർ പറയുന്നത് ഇങ്ങനെയാണ്, അതിനെ നമ്മൾ chi എന്നാണ്, ഇതെല്ലാം ഗ്രീക്ക് ആൽഫബറ്റ് ആണ്. Magnetic susceptibility is denoted by chi. It is defined as a ratio of, അതൊരു ratio ആണ്, that is chi is equal to I by H. ഇതാണ് ഇതിന്റെ definition. What is I? We have already seen that I is intensity of magnetization, that is magnetic moment divided by volume. അതിനെ magnetic field അല്ലെ intensity of magnetic field കൊണ്ട് divide ചെയ്യുക. So dividing the intensity of magnetization by magnetic field, you will get a quantity which is called magnetic susceptibility. Some students are തെറ്റിച്ച് susceptibility എന്നൊക്കെ എഴുതാറുണ്ട്. So that is not the right one. Susceptible എന്ന് പറഞ്ഞാൽ എന്താ? It shows the ease with which material can be magnetized. ഇപ്പോൾ എത്രമാത്രം എളുപ്പത്തിൽ ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും, അതിന്റെ ഒരു അളവാണ് ഈ സസെപ്റ്റിബിലിറ്റി. സസെപ്റ്റിബിൾ ടു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മാഗ്നറ്റൈസ് ആവാൻ നിന്ന് കൊടുക്കുക, അല്ലെ മാഗ്നറ്റൈസ് ചെയ്യാനുള്ള ഈസിനെസ്. അപ്പോൾ അത് കൂടി കഴിഞ്ഞാൽ സസെപ്റ്റിബിലിറ്റി വാല്യൂ കൂടുതലായി. സോ ദർ ആർ ടു ഫാക്ടേഴ്സ് വിച്ച് യു ഹാവ് സ്റ്റഡീഡ് ടേംസ്, ദാറ്റ് ഈസ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി ആൻഡ് സസെപ്റ്റിബിലിറ്റി. അപ്പോൾ അത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പെർമിയബിലിറ്റി is the ability of a medium to conduct magnetic lines of force, whereas this susceptibility is for a material and it shows how much easily a material can be magnetized. ഇപ്പം മാഗ്നറ്റൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മെറ്റീരിയൽസ് ആണ് അതിന്റെ സസെപ്റ്റിബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയാണ്. സോ ഇറ്റ് റെപ്രസെന്റ് the ease with which material can be magnetized. So next is an important topic which discusses the origin of magnetization. ഈ മാഗ്നറ്റൈസേഷൻ എങ്ങനെയാണ് ഒരു മെറ്റീരിയൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. So magnetic properties of materials results from the magnetic moments of atoms. അതായത് നമുക്കറിയാവുന്ന പോലെ എല്ലാ മെറ്റീരിയലിലും കുറെ ആറ്റംസ് ഉണ്ടാവും. So in every material there will be atoms. ഈ ആറ്റത്തിന്റെ മാഗ്നറ്റിക് മൊമെന്റ്സ് കൊണ്ടാണ് ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ടാകുന്നത്. സോ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആർ റിസൾട്ട് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ്സ് ഓഫ് ആറ്റം. ഇനി ഈ മാഗ്നറ്റിക് മൊമെന്റ്സ് ഓഫ് ആറ്റംസ് they have origin from three sources. മാഗ്നറ്റിക് മൊമെന്റ്സ് ഒരു ആറ്റത്തിൽ വരുന്നതിന് മൂന്ന് സോഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. സോ യു ഓൾറെഡി സ്റ്റഡീഡ് ദിസ് വൺ. വി ഹാവ് എ ന്യൂക്ലിയസ് ഹിയർ around which electrons are revolving. This is an electron.
Electrons are revolving around the nucleus. അപ്പോൾ ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആർ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോൾ ആ ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പോകാന്ന് പറഞ്ഞാൽ കറണ്ട് ഉണ്ട്, ശരിയല്ലേ? വെൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആർ മൂവിങ് there will be a current flow. So നമ്മൾ പഠിച്ചേക്കുന്ന അനുസരിച്ച് when an electron is flowing in this direction, a charge is flowing in this direction, direction of current is taken in the opposite direction. അത് conventional ആണ്. Direction of current is flowing in the opposite direction. That is the conventional direction of current flow. So if here I have drawn electrons to be revolving around like this, so current will be in the opposite direction. Okay, so whatever be that. So you have already studied that when a current is flowing through a conductor, there will be a magnetic field. So whenever a current flowing through a conductor will always create a magnetic field around it. അപ്പോൾ അതാണ് അതിന്റെ ഒരു reason എന്ന് പറയുന്നത്. So you might have studied this like when a current is flowing through a loop. What you have studied is this one. What is the polarity of the field? That is, if a current is flowing in this direction, it will create a south pole. Okay. If a current is flowing in this direction, okay, the opposite direction, it will create a north pole. This you might have studied. So current flow in the direction അനുസരിച്ച് either a south pole or a north pole is created. Anyway, current flowing through a conductor will create a magnetic field, and the polarity of that, the nature of that magnetic field polarity is south or north. This can be remembered like this. When I am writing S, I can write like this. Okay. S on the ends, we can put an arrow here. This is the way how I write S. So this is clockwise rotation. So ഇങ്ങനെ rotate ചെയ്യുകയാണെങ്കിൽ this will create a south pole. And the opposite direction means I can write N like this. ഇങ്ങനെയാണ് നമ്മൾ ഇത് ഓർത്തിരിക്കുക. So writing S, when you are putting arrow, it will be in the clockwise direction. Writing N, I can put an arrow at the ends, it will be in the opposite. അങ്ങനെ ആയിരിക്കുമല്ലോ വരുന്നത്. അതിന്റെ എൻഡിൽ ഒരു ആരോ ഇട്ട് കഴിഞ്ഞാൽ the direction will be anti-clockwise. If I am writing N and S like this, so this will create a south pole. This will create a north pole. അപ്പോൾ അതുപോലെ തന്നെയാണ്. So we have an electron here, atom ഇങ്ങനെ around ചെയ്യുന്നത്. So when you are looking, electron is rotating like this. ഇങ്ങനെ തന്നെ വെച്ചു. So when you are looking from there, you are seeing that it is a south pole there. ഇവിടെ നോക്കുമ്പോൾ south pole ആണ്, ശരിയല്ലേ? Electron is rotating like this. But when I am looking, electron is revolving in the anti-clockwise direction. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അത്? നിങ്ങളെ സംബന്ധിച്ചുള്ള സൗത്ത് പോൾ ആണെങ്കിൽ എനിക്കത് നോർത്ത് പോൾ ആയി. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫ്രം ദർ യു മേ ഫീൽ ദാറ്റ് ഇറ്റ് ഇസ് എ നോർത്ത് പോൾ. ആൻഡ് ഐ ആം ലുക്കിംഗ് ഫ്രം ഹിയർ ഐ ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഇസ് എ ഓപ്പോസിറ്റ് പോൾ. സോ ലൈക്ക് ദിസ് ഐ ക്യാൻ സേ ദാറ്റ് ഈച്ച് ആറ്റം ഈസ് എ മാഗ്നറ്റിക് ഡൈപോൾ. അങ്ങനെയാണ് പറയുന്നത്. ഈച്ച് ആറ്റം ഈസ് എ മാഗ്നറ്റിക് ഡൈപോൾ because electrons are revolving around the nucleus. Electron is a charged particles. When there is a charged particle moving, there is a current. So whenever a current is flowing in a conductor, it will create a magnetic field. അങ്ങനെയാണ് magnetic field ഉം magnetic momentum ഇവിടെ ഉണ്ടാകുന്നത്. So that each atom is acting as a magnetic dipole. ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും. അതിന്റെ ഈ ഭാഗത്ത് നോർത്ത് പോളും ഈ ഭാഗത്ത് സൗത്ത് പോൾ. സോ ദിസ് ഈസ് ഹൗ an atom is acting as a magnetic dipole. അപ്പോൾ ആ ഒരു മൊമെന്റ് വരുന്നതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സോഴ്സ് of the magnetic moments of these atoms. Second source is spin of the electron. നമ്മൾ സ്പിൻ പഠിച്ചിട്ടുണ്ടാവും. In chemistry you are studied like this. ഇപ്പോൾ ഒരു ഓർബിറ്റിൽ ഉണ്ടെങ്കിൽ one electron is spinning in the clockwise direction, then another electron is spinning in the anti-clockwise direction. So this spin also will contribute to the magnetic moments of the atom. And the third one is nuclear spin. The magnetic moment of the nucleus is less compared to the other factors. So still we consider that there is a contribution from nuclear spin to the magnetization. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. So
we have seen the magnetization is resulting, magnetic properties are originating in a material because of the magnetic moments of the atoms of the material. നമ്മൾ ഏത് മെറ്റീരിയൽ ആണോ എടുക്കുന്നത് അതിൻ്റെ അത് ആറ്റത്തിന്റെ മാഗ്നറ്റിക് മൊമെന്റ്സിൽ നിന്നാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് വരുന്നത്. ആൻഡ് ദിസ് മാഗ്നറ്റൈസ് മൊമെന്റ് is appearing in atoms because of mainly three reasons. One is the orbital motion of the electron. Orbital motion of the electron is equivalent to a current passing through a conductor, which will create a magnetic field. Second is the spin of the electron. Spins are in the opposite direction. പിന്നെ അടുത്ത സെഷനിൽ will be passing on to classification of magnetic materials. അപ്പോൾ അവിടെ there are different kinds of materials according to the behavior. അപ്പോൾ അത് വരുമ്പോൾ we will explain these things clearly. The second factor which is contributing to this magnetic moment of the atom is spin of the electron, and the third factor which is contributing, though negligible, nuclear spin is also contributing. Okay, thank you.